ഹലോ ഗൈസ്, നമസ്കാരം. സുഖമല്ലാക്ക എല്ലാവർക്കും. നമുക്ക് രേണുസുദിൻ്റെ പുതിയ വീഡിയോ വന്നിരിക്കണേ, നമുക്ക് അതൊന്ന് കാണാം. അത് കണ്ടെങ്ങാണ്ട് നമുക്കൊന്ന് കുനിഷ്ട് പറയാം കേട്ടോ. ഞാൻ പെട്ടെന്നൊരു വീഡിയോ അർജന്റായിട്ട് വന്നതാണ്. എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. കുറച്ച് 3 കീമോ കഴിഞ്ഞതിൻ്റെ അടുത്ത കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. CT സ്കാൻ എടുത്ത് നോക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർണായക ഘട്ടം തന്നെയാണ് നമ്മൾ 3 കീമോ കഴിഞ്ഞത്. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ ഇപ്പം വന്നത് ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ആദ്യം വീഡിയോ കണ്ടു. ഈ വിവി വേൾഡ് എന്നാണ് അവന്റെ പേര്. അവനെ തന്നെ പറയും. ഇവനൊക്കെ എന്നെ അവനെന്ന് ഇവിടെന്ന് വിളിക്കാൻ, ഇവനെയൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നുള്ളൂ. ഇവൾക്കെതിരെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇവളെടുത്ത് കുത്തും, ഇവളെടുത്ത് ഇടിക്കുമെന്ന് പറഞ്ഞതായിരുന്നു. അന്ന് യൂട്യൂബ് സപ്പോർട്ട് ചെയ്ത് സന്ദീപ് മാത്രം സ്റ്റാൻഡായിട്ട് നിന്നത്. ഷെഫീന ബീവി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരാ സംസാരം നിർത്തി. ബാക്കിയുള്ള കുറേ പേര് ഇവരുടെ ചന്തി കഴുകി കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു. കുറേ പേര്, അത് കമൻറ്റ് ആയിക്കോട്ടെ, കുറേ ആൾക്കാർ ഇവരെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ ചന്തി കഴുകി കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു. ആ എന്താ പറയുക, കിച്ചുവിൻ്റെ കാര്യം അറിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതിനൊന്നും ബോധം പറ്റിയത്. ഇപ്പം ഇവനൊക്കെ ഇവൻ തന്നെയാണ് തോന്നിട്ടോ. അത് പക്ഷെ ഇവനല്ലെങ്കിൽ അവനുണ്ട്. ഇവനെ അവളെ നല്ല പോലെ സപ്പോർട്ട് ചെയ്തിന് ഈ രോഗത്തിൻ്റെ പേരിൽ. ഷെഫി നബി എന്തോ പറഞ്ഞ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കിട്ടും എല്ലാവർക്കും ഇതല്ലോ എല്ലാവർക്കും കൊടുക്കുന്നത്. ഞാനേ ഇവരെ കളിയാക്കല്ല കേട്ടോ. ഇവളുടെ സ്വഭാവമാണത്. ഇവളുടെ സ്വഭാവം മാറൂല. ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. മനസ്സിനും ശരീരത്തിനും കുഷ്ഠം ബാധിച്ച സ്ത്രീയാണിത്. നിങ്ങൾക്കറിയാം, സ്വന്തം ഭർത്താവിൻ്റെ മരണം വിറ്റിട്ട് അത് കടം ചോദിച്ചു വന്നപ്പോൾ അവിടെ കിടക്കുന്നു പോയി ആരെങ്കിലും പറയും അത് അവിടെ കിടക്കുന്നുണ്ട് പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവ് ഒരു നിഷ്ഠൂരമായിട്ട് പറഞ്ഞ് മനസ്സ് കല്ലാക്കി ജീവിക്കുന്ന പണമെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ നോക്കാത്ത സ്വന്തം ഭർത്താവിൻ്റെ മകനായിട്ടുള്ള മൂത്ത മകനെ തള്ളിപ്പറഞ്ഞ് കണക്ക് പറഞ്ഞ് കുറ്റം പറഞ്ഞ് മറ്റൊരു കുറ്റം പറയുമ്പോൾ അതിലത്ത് സ്റ്റോറി ആക്കുന്ന വൃത്തികെട്ട തള്ളയാണിത്. തള്ള എന്ന് പറഞ്ഞാൽ തള്ള. അയ്യോ നമ്മുടെ ഡാങ്കിനൊക്കെ മുത്താണ്. ഡാങ്കിനൊന്നുമല്ല, വിച്ചെന്നറിയില്ലേ, അതാണ്. എന്തോരാൾക്കാർ ഇത് ചോദിച്ച ആങ്കറിനെ നീ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന എന്നെ നീ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്. പൊട്ടിക്കണ്ട. പിന്നെ നീ ആലങ്കാരിക വാക്ക് പറയാം. അവരാരും പൊട്ടിക്കൂല, ഞങ്ങളും പൊട്ടിക്കൂല. പക്ഷെ സ്വന്തം മകൻ സ്റ്റെപ്സ് ആയിക്കോട്ടെ, നീ മകൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉള്ളിൽ പോലും അവൾക്കും മകൻ തന്നെയാണ്. അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ട് ആ മകനെക്കുറിച്ച് വേറൊരാളെ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ശാരീരികമായ ബന്ധം മധുരമായിട്ടൊരു ഫിസിക്കൽ റിലേഷനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് സംസാരിക്കേണ്ട. ആൾക്കാർ കേട്ട് എന്ത് വിചാരിക്കും? വേറെയും കുറേ സ്റ്റെപ്സൊക്കെ മറ്റുള്ള പുറത്തുള്ള ആൾക്കാർ അവരെക്കുറിച്ചൊക്കെ അവർക്ക് വേറെ ഇപ്പം എൻ്റെ വീടിൻ്റെ അയൽവാസിയായിട്ട് സ്റ്റെപ്പ് മദർ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കേൾക്കുമ്പം അവരും അങ്ങനെ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികം ചിലരെങ്കിലും ചിന്തിക്കൂലേ? അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു അങ്ങനെ എന്തെങ്കിലും പറയാം, സോഷ്യൽ ആയിട്ടുള്ളൊരു തോട്ട് അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് അത് വേണ്ട, അല്ലെങ്കിൽ അത് വേണ്ട, അത് പോട്ടെ, മറ്റൊരു കാര്യം ചിന്തിക്കണ്ട, അത് വേണ്ട, എൻ്റെ മകനാണ്, അത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, അത് വേണ്ട, അത് മറ്റുള്ളവരെന്നെ പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കണേ, നമുക്ക് ഈ വിഷയം വേണ്ട, നീ പറയാതെ ഇല്ലേ? അതിന് ആലങ്കാരികമായിട്ട് പറഞ്ഞാണ് അവളുടെ ചെള്ളയല്ല അടിച്ചു പൊട്ടിക്കണം, അവളെ പല അടിച്ചു പൊട്ടിക്കണം. അത് ചോദിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അടിച്ചു പൊട്ടിക്കണം ആളല്ല, നിൻ്റെ തന്തയില്ല, തങ്കച്ചൻ, അയാളുടെ കയ്യിനും ഇല്ലില്ല, അയാളുടെ പലതിനും ഇല്ലാത്തതാണത് കേട്ടോ. ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ. നാണം കെട്ടവനെ, എടാ ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയത്തില്ലേ? നിന്റെ കൂട്ടുകാരനില്ലേ അതുല, അവന്റെ ചെവിക്കലാണ് നീ ആദ്യം വീട്ടിൽ ചെന്ന് അടിച്ചു പൊട്ടിക്കണം. എന്തിനാ അതുലിനെ നീ അങ്ങോട്ട് ചെല്ലില്ല, അതുലിനെ അടിച്ചു പൊട്ടിക്കാൻ? അതിൽ നിന്നെന്താ കാട്ടി? ഇതിങ്ങനെ പറഞ്ഞ ആൾക്കാരെ മുന്നേ ഉള്ളിലേക്ക് കുത്തിവെച്ച് കൊടുത്തില്ലേ? എന്താണ് കിച്ചു, നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങളുണ്ട്, നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരാ കുത്തിവെച്ച് കൊടുത്തത്? നിൻ്റെ തന്തയാണോ? ആണോ? അല്ലല്ലോ, നീയല്ലേ?
നീയല്ലേ കുത്തിവെച്ച് കൊടുത്തത് എല്ലാവരുടെ ഉള്ളിലേക്ക്. അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞതല്ലേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എല്ലാതും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, അവൻ പറഞ്ഞ ഒന്നുമല്ല, വേറെയുണ്ട് എന്ന് പറഞ്ഞതല്ലേ. ഞാൻ പറയുമ്പോൾ കിച്ചു ഉള്ള കാര്യം പറഞ്ഞു. നിൻ്റെ കൂട്ടുകാരുമായിട്ട് എന്താ ഇത് സംഭവം പറയണ്ട. ഇവരെന്താ പറയുക, ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവളുണ്ടല്ലോ, ഈ നാറിപ്പുണ്ടല്ലോ, ഇവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസ് ഇട്ടിരിക്കുമ്പം അതിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് അല്ലെങ്കിൽ നോക്കാനൊക്കെ വരുന്നുണ്ട്. എന്നല്ലാതെ യൂട്യൂബിലൊരു മരം കിട്ടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ വന്നിക്കാണ് പട്ടിച്ചു മുറത്തിയെ വലിയ നോക്കാം. ഇജി എന്തിനാ അത് വന്നിക്കണത് ഇപ്പോൾ ഈ കോലം കൊണ്ട് കണ്ട്? ഇജെന്താ പറഞ്ഞ് ഞാൻ സുവിശേഷത്തിന് പോകുമെന്ന് പറഞ്ഞല്ലേ വന്നിക്കണത് അല്ലേ? ഷേ ഇതൊക്കെ എനിക്ക് കാണാൻ മതി. മനസ്സിലായോ? ഇതുണ്ടാക്കിയവനെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരും. അതിലേ ഒന്ന് തര് ഇപ്പം അതിൽ എന്നോട് അന്ന് ഞാൻ പറഞ്ഞു അതിലേ ഇതൊക്കെ എനിക്ക് സോഫ്റ്റ് കോംപ്രമൈസ് കഴിക്കണോ ഇച്ച് കുറച്ച് ഇങ്ങനെ നിങ്ങൾ രണ്ടാളുണ്ട് ആൾക്കാർ ഓളങ്ങനെ തൊഗ്ഗിന് ഇനി പോയി കൈ കൊടുക്കണം. അവളെ ചന്തിയും കൈ കൊടുക്കുക, എല്ലാം കൈ കൊടുക്കുക കേട്ടോ. ഇവള് എന്താ നിങ്ങൾക്കൊക്കെ അറിയുന്നതിന് അത് അതിൽ ഞാൻ സല്യൂട്ട് ചെയ്തു കേട്ടോ. സന്ദീപ് എന്നെ ചെയ്യുന്നു, നിങ്ങളെ കളിയാക്കിയിരിക്കല്ലോ കേട്ടോ. ഇവളുടെ സ്വഭാവം പിന്നെയും പറ്റി എന്താ പറയുക, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എങ്ങനെ എന്തൊക്കെയായാലും ഇത് ശൈശം മറന്ന് എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്തൊക്കെ കാട്ടി എത്ര കഴുകിയാലും ഇതല്ല കേട്ടോ, വേറെ എന്തെങ്കിലും ചിന്താനം ഞാൻ പറയാം. എത്ര കഴുകിയാലും പട്ടിക്കാട്ട് നന്നാകുമല്ലോ, അത് പട്ടിക്കാഷ്ടം തന്നെയല്ലേ. അതാണ് ഇവള്. നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചുരേടിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട, എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം ഉണ്ടാക്കാനും തലക്കുള്ളിലേക്ക് ഇത് കുത്തി വെച്ച് കൊടുക്കുന്ന പോലെ സംസാരിച്ച് നിന്നെ തന്നെ അടിക്കേണ്ടത്. ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേസായി കൊടുക്കും. ഇവളെന്താ പറയുക, ഇവളിത് അച്ഛനെവിടെയാ? അച്ഛനെവിടെയാ ഇപ്പോൾ? നിൻ്റെ അച്ഛനല്ല, മറ്റേ അച്ഛനെവിടെയാ ഇപ്പോൾ? വലിയ ബബിതയോട് ചോദിക്കുന്നു കേട്ടോ, അച്ഛനെവിടെയാ? ഇനിയിപ്പോൾ ഇതിന് അച്ഛനെവിടെയാ ചോദിച്ചത് കൊണ്ടൊന്നും പറയല്ലേ. അച്ഛനെവിടെയാ ഇപ്പോൾ? ഉണ്ടോ അവിടെ? ബുക്കൊക്കെ തന്നായിരുന്നല്ലോ. ഇല്ല, തല്ലിയാ മതി. എടാ നാണവ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണോ? എനിക്ക് അവനാണ്, അതിലും ആണാണ്. ഇപ്പോൾ ഇവൻ സാത്താൻ എന്താണ് ഡാനി, അവനും ആണാണ്. നീ ഏതാണ് ജനിസ് ഒന്ന് പറഞ്ഞെന്നേ. നീ മനുഷ്യ ജനിസ് പെടണോ, നീ മൃഗമാണോ? നീ ഒന്ന് പറഞ്ഞെന്നേ. നിൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ആ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് ആകെ നിൻ്റെ അടുത്തുള്ളത് ആ കുഞ്ഞാണ് സിച്ചു. അവനെ മര്യാദയ്ക്ക് നോക്കാതെ നിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞയച്ചപ്പോൾ എന്താ കിച്ചു ഇങ്ങോട്ട് വരും, നമുക്കിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവനക്കും നിനക്കും വേണ്ടി ഉണ്ടാക്കി വീട്ടിലേക്ക് നിൻ്റെ തന്തയും തള്ളയും നിൻ്റെ വേട്ടത്തെയും വരിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് അവനെ പുറത്താക്കിയിട്ട് അവൻ പോയപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ നിൻ്റെ മകനെപ്പോലെ നീ നോക്കാതെ നീ അഴിഞ്ഞാഴ് നടന്നിട്ട് എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്ന വാക്കുകളുടെ അടുത്ത് അല്ലേ പറഞ്ഞു വന്നപ്പോൾ വഴി മാറിപ്പോയോ? ഇങ്ങനെയൊക്കെ ഇതൊക്കെ നടക്കുന്നത് നീ എന്താണ് എന്ന് പറഞ്ഞെന്നേ. ഇത്രയും ആൾക്കാർ ഒരു മനുഷ്യന് ഇത് കഴിയൂല. ആകെയുള്ള എൻ്റെ സുത്തേട്ടാ നാ വന്നോ, എൻ്റെ സുചേട്ടൻ വേണം വീട്ടിൽ ആ സ്പ്രേ എടുത്ത് എൻ്റെ സുചേട്ടൻ വേണം. അവസാനം പറഞ്ഞു ഇതൊരു നാറ്റമാണെന്ന് പറഞ്ഞ് പല അന്തൊക്കെ പറഞ്ഞ സ്വഭാവം കാണിച്ചിട്ട് നിനക്ക് എത്ര തന്തയാടി? ഞാൻ സുവിശേഷം ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും കേട്ടോട്ടെ. രേണുവിൻ്റെ സുവിശേഷം ഇതാട്ടോ, ഇതാണ് സുവിശേഷം. സന്തോഷം, ഈശോമിശിഹായ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ. ഇത് ഏത് മതത്തിൻ്റെ സുവിശേഷമാണ്? ഞാൻ വരച്ച് കറക്റ്റല്ല കേട്ടോ, അതുകൊണ്ട് ഞാനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. മറ്റേത് ഇങ്ങനെ കേട്ടോ. അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇവൾക്ക് ഇത് മതി, ഒറ്റ കുരിശ് മേലെന്ന് കീപ്പോട്ട് തിരിഞ്ഞിരിക്കുന്നത് സാത്താൻ്റെ സന്തതി. ഇത് ഏത് മതത്തിൻ്റെ സുവിശേഷമാണ്? ഞങ്ങളാദ്യമായിട്ട് കേൾക്കാണ്. എണീറ്റ് നിന്നാൽ സുവിശേഷമാണ് ഇത് പറഞ്ഞോണ്ട്. എവിടുത്തെ സുവിശേഷമാണിത്? പക എന്ത് ചെയ്യൂറേ ഇങ്ങനെ. ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമാന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ?
ഇത് ഉണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. പറഞ്ഞു കൊടുത്തത് ഏത് ഓൾറെഡി ഈ ഉണ്ടാക്കിയത് മാത്രല്ല കേട്ടോ. ഞാൻ പറയട്ടെ, ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്ത പട്ടികൾക്കും കൊടുക്കണം. ഏത് പട്ടിയാ പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞെന്നേ? ഏത് നാറിയാ പറഞ്ഞു കൊടുത്തത്? ഏത് പല്യമോറിയാ പറഞ്ഞു? നിന്നെ അല്ല കേട്ടോ. ഇതിപ്പോൾ ആരായിരിക്കും ഇങ്ങനെ ചിന്ത ഉണ്ടാക്കി കൊടുത്തേക്ക്? അതുല്ലേ നിനക്ക് ആരാ ഇങ്ങനെ ചിന്ത ഉണ്ടാക്കി തന്നത്? ഞാനത് ആലോചിക്കുന്നത്. ഏത് നാറിച്ചിയായിരിക്കും അതിൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തത്? പട്ടിക്കഴുകറി ഷേ തന്തക്ക് പറക്കാത്തവള് ആരായിരിക്കില്ലേ? നീ അല്ലല്ലോ. നീയാണെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ. നീ ആയിരിക്കില്ല. ഇതിനൊക്കെ എന്തൊക്കെ വരാവോ എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്. അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ, ഈ നാണമില്ലാത്ത നാശം പിടിച്ച നാശം കെട്ടവൻ ഇങ്ങനെ തന്നെ ഇവനെ പറയാം, നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ എന്നെ ആണ്, എനിക്ക് ക്യാൻസർ ആണ്. നിങ്ങൾക്ക് എത്ര ആൾക്ക് മറ്റേ ആൾക്കാർ ഓർമ്മ വന്നോ? ദേന കൈയൊട്ടമേ പിടിച്ചൊക്ക ദേതോ ആൾക്കാർ ഓർമ്മ വന്നോ? നമ്മുടെ ബിഗ് ബോസിലെ ജാൻമണി എടി നാണമുണ്ടോ നിനക്ക്? വലിയ തെറിത്താത്തെന്നൊക്കെ വിളിച്ചെങ്കാണ് നീ ആ സ്ത്രീയെ വിളിച്ചെന്തൊക്കെയാ പറഞ്ഞായിരുന്നു. അവരൊരു വിഷയത്തിൻ്റെ പേരായ അവരുടെ ശൈലിയിൽ സംസാരിക്കും. അവർ പല രീതിക്ക് സംസാരിക്കും, ശരിയാണ്. പക്ഷെ അവർ ആ ടോപ്പിക്കിന് വേണ്ട സമയത്ത് സംസാരിച്ചു എന്നുള്ളത് ഇമ്മാതിരി അപരാധത്തിന് വേണ്ടിയാണ് വന്ന് സംസാരിച്ചിട്ടുണ്ടോ? നീ പറയടി. അല്ല മൊബൈലും പിടിച്ചോണ്ടിരിക്കുക. നീ ഈ മുടി വെക്കാതെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിൻ്റെ എന്താ പറയുക, നിൻ്റെ ഈ സഹതാപാനുഭൂതിയും കൊണ്ടുകൊണ്ട് താഴത്ത് കമൻറ്റിൽ നിനക്ക് അത് വിചാരിച്ചോ? നീ ഇവളുടെ വളവാണത്. ഇവൾക്ക് ഇതിൽ സംസാരിക്കണമെങ്കിൽ ആ വിഗ് വെച്ച് സുന്ദര വരും. ഈ വിഗ് ഒരുക്കി കഴിഞ്ഞാൽ ഇവളുടെ മുഖത്ത് മറ്റു സംഭവം വരും. ഒരു മൊട്ടടിക്കുന്ന വീഡിയോ വന്നായിരുന്നു. ഇപ്പോൾ അതിനൊരു ചിരി ഇരിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ പടച്ചറബേ, ഒരുമാതിരി ഓഞ്ഞ ചിരി. അതിൻ്റെ താരല്ല കവനം. ആ ചിരി കണ്ടപ്പോൾ പാവം തോന്നി. എനിക്ക് ഓക്കാനിക്കാനാണ് വന്നത്. ഇവളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് ഓക്കാനിക്കാനുള്ളത് തന്നെ എന്താ വരിക? എന്തായാലും മതി. വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന് ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല ഇവന്റെ വീട്ടിൽ ഇവനെ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നീ അല്ലേ ഇങ്ങനെ വിളിച്ച് പറയണത്? അതല്ലേ മറ്റൊരു റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ട് ചെയ്യുന്ന ഒരാളെ കുറിച്ച് അതിലേ നീ പറഞ്ഞോടാ. നീ കണ്ടന്റ് കിട്ടിക്കും. കണ്ടന്റ് ആൾ തന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞോ? നീ എല്ലാവരും പറയും. പിന്നെ നാണമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്ക് നാണമുണ്ടോ? കുറച്ച് മുൻപ് ഇങ്ങനെ പറയാം. വേറെ ഉണ്ട്, അവളെ പിന്നെ വെറുതെ വിട്ട്. അവൾക്ക് പത്തിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് ഒരിക്കലും അത് നേരെ അകത്തിരുന്ന് പറഞ്ഞ ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട്. അവളെ എന്ത് വേണേലും പറയാം. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ നീയൊക്കെ എന്നെ വിറ്റ് കാശാക്കുന്നില്ലേ? എടാ എനിക്കിപ്പം ഈ ചികിത്സക്ക് എനിക്ക് 2-2.5 ലക്ഷം രൂപയാണ് ഓരോ കീമോയ്ക്കും വേണ്ടത്. ഇനി 3 കീമോ കിടപ്പുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് വരുന്ന ഇന്റർവ്യൂസും എനിക്ക് വരുന്ന ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്യും. നീ അല്ല പൈസ തരുന്നത്. ഞാനിവിടെ കിടക്കി എനിക്ക് എന്നെ എടീ നീ ചെയ്തോ? നീ ഇന്റർവ്യൂ ചെയ്തോ? നീ സബ്സ്ക്രിപ്ഷൻ ചെയ്തോ? നീ ഫോട്ടോഷൂട്ട് ചെയ്തോ? നീ സബ്സ്ക്രിപ്ഷനിൽ പോയിങ്ങാണ്ട് നാവുമത്തെയും ചുണ്ടുമത്തെയും മുറിവ് കാണിച്ചു കൊടുത്തോ? ചായ കുടിക്കാൻ പോയിക്കോ? എന്തിനും പോയിക്കോ? അതൊന്നും ഇവിടെ വിഷയമല്ല, ഒരു വിഷയമില്ല. ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തുമ്പം അത് പബ്ലിക്ക് കണ്ടന്റ് ആക്കിയിടും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പോകണം. പിന്നെ ഇതൊക്കെ നീ ചെയ്തിങ്ങാണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അതും കുഴപ്പമില്ല. നിൻ്റെ ഇടയിൽ കൂടെ നാറിയ സ്വഭാവം കാണിച്ചാൽ ഈ കണ്ടന്റ് മേക്കേഴ്സ് എന്തായാലും അത് ഇടൂലേ? നിനക്ക് ബുദ്ധി ഉണ്ടോ? ഈ സംഭവം ഉണ്ടോ? നിനക്ക് വയ്യേ? നിനക്ക് കുഷ്ഠമാണോ? കുഷ്ഠരോഗമാണോ? ക്യാൻസർ എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? നല്ലോണം പേടിച്ചിക്കണവരും ഇവർക്ക് എന്താ അറിയോ? കിച്ചുവിന് അടിച്ചാൽ നോക്കി കൊണ്ടില്ല, അത് പൊട്ടിപ്പോയി, ആ പടി പൊട്ടിപ്പോയി. എല്ലാവർക്കും കൊട്ടാൻ നോക്കി, ഒന്നും നടന്നില്ല. നേരെ ബൂമർ ഇവിടെ നിന്ന് എറിഞ്ഞ്
എങ്ങനെ കറങ്ങാണ്ട് നേരെ ഒറ്റ കിട്ടില്ല. ആ കിട്ടൽ ആ ചിത്ര ആ സ്ത്രീക്കും കിട്ടി, കൂതറൊക്കെ അതിനും കിട്ടി. അത് സഹിച്ചില്ല അങ്ങോട്ട്. അതാണ് പൊളിഞ്ഞ്. ആ നാടകം പൊളിഞ്ഞു. രേണു അവതരിപ്പിക്കുന്ന പുതിയ നാടകം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയില്ലേ നാടകത്തിൻ്റെ പേര്. രേണു അവതരിപ്പിക്കുന്ന പുതിയ നാടകം പുതിയ വീഞ്ഞ് പഴയ കുപ്പി, അല്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പി. ഈ ഇതില്ലാതെ വന്നാൽ, തയ്യാറെടുപ്പില്ലാതെ വന്നാൽ പ്രശ്നം. പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവർ 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. രണ്ടാളും ഒരേപോലെ. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഈ കാശിന് വേണ്ടി എന്ത് വേണം ചെയ്തെന്ന് കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും ഒരേപോലെ അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവരും പറയുന്നില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താ ആണോ? അത് അറിയാതെ കേട്ടതേപോലെ പറഞ്ഞാൽ മാസക്കണക്കിന് കറക്റ്റ്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്, എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുപോലെ പറഞ്ഞ നായ്ക്കിട്ട് കൊടുത്തു. ലിവീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതുകൊണ്ട് മഞ്ഞ തൊപ്പി വെച്ച നാശം കെട്ട നാണം കെട്ടവൻ പറ്റി ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിൽ. മനസ്സിലായി? ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. കള്ളത്തരം നീ പണ്ടേ ഈ കള്ളത്തരത്തിൽ നീ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ്. നിന്നെ പണ്ടേ അറിയാം. നിന്റെ ഫുൾ ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട്. ഇവര് സംഭവം എന്താ അറിയോ, ഇവരെ പറഞ്ഞു വന്ന സത്യം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിൽ ഇപ്പം പിച്ച് വെച്ച് വരുന്നുള്ളൂ. പക്ഷേ ഇവർ പറയുമ്പോണ്ടല്ലോ, ഇവരെന്താണ്, നിങ്ങളെന്താണ് സ്ത്രീയെ? നിങ്ങൾ എത്ര ആളെ പറ്റിച്ചിട്ടുണ്ട്? നിങ്ങൾ എത്ര ആൾക്ക് പൈസ ആണ്, ക്യാൻസർ പൈസ വരെ മുക്കിയ ആളല്ലേ നിങ്ങൾ, അല്ലേ? ക്യാൻസർ പൈസ വരെ മുക്കി. എത്ര 1 ലക്ഷം റുപ്യ എങ്ങാണ്ട് പൈസ കടം കൊടുത്ത പൈസ ചോദിച്ചു വന്നപ്പം എവിടെ കിടക്കുന്നു പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞ സ്ത്രീ അല്ലേ നിങ്ങൾ? പൈസ ഉണ്ടായിട്ടും അല്ലേ? എത്ര പിരാക്ക് നിങ്ങൾക്കുണ്ട്? ഈ പറഞ്ഞ അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫിറോസ് ആരോഗ്യ അവരുമായിട്ട് വഴക്കേണ്ടതല്ലേ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾക്കുള്ള അന്തർധാര കാരണം അത് തന്നതല്ലേ? ആരെക്കുറിച്ചായി പറയുന്നത്? വലിയ ആളായി നീ മാന്തി കൊടുക്കോ? എന്ത് ചൊറിഞ്ഞാൽ നീ മാന്തി കൊടുക്കോ? അപ്പോൾ അതിന് കോളെന്നാണ് കഷ്ണാക്കി ഇറക്കുക. എന്തായാലും അതാകുമ്പോൾ നിങ്ങൾക്കും കാണാനും കുറേ നേരം കളയണ്ട കേട്ടോ. കുറേ ഉണ്ട്. ആകെ പോയിന്റ് എടുത്ത് സംസാരിച്ചാലൊക്കെ മതി. പക്ഷെ ഇവിടെ വർത്താനല്ലേ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ശരി, എന്നാലേ ഇത് കഴിഞ്ഞെങ്ങാണ്ട് അടുത്തതിടാം. ഓക്കെ, ഹായ്. എന്നാൽ ശരി, സമവാകം.